അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ഡിസയേഴ്സ്. നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോ എത്ര ആളുകൾ നിങ്ങളുടെ ഡ്രീമുകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്? എത്ര ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്? യെസ്, വെരി ഗുഡ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ലിസ്റ്റ് ഡൗൺ ഓൾ യുവർ ഡിസയേഴ്സ്. ആർക്കെങ്കിലും പറയാൻ പറ്റും റാൻഡം ആയിട്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസയർ എന്താ? ആഗ്രഹം, ഭയങ്കരമായിട്ടുള്ള ഒന്നോ രണ്ടോ ആഗ്രഹം പറയാൻ പറ്റും ആർക്കെങ്കിലും? അൺമ്യൂട്ട് ചെയ്യാം. ഒരു ഇന്ററാക്റ്റീവ് ആവുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാവാം. നിങ്ങൾക്ക് യെസ് പറഞ്ഞോളൂ. എനിക്കൊരു ആഗ്രഹമുണ്ട്. അതായത് ഒന്ന് വേൾഡ് ട്രാവൽ ചെയ്യണം എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. വേൾഡ് ട്രാവൽ ചെയ്യണം എക്സ്പീരിയൻസ്. പിന്നെ രണ്ടാമത്തെ ഒരു ആഗ്രഹം എന്ന് വെച്ചാല് നമ്മുടെ ഇപ്പൊ വെൽത്തും ഈ റിസോഴ്സ് ഒക്കെ ലോകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ പ്രോപ്പറായ മെത്തേഡിലല്ല. അതൊന്ന് എല്ലാവർക്കും, കാരണം ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാനോ അവകാശമുണ്ട്. പക്ഷെ ആ വെൽത്തൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്തത് കൊണ്ടാണ് പുവേഴ്സ് കൂടുതൽ പുവേഴ്സ് ആയിട്ട്. ആ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഒരു ഡിസയർ ഉണ്ട്. അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും. വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു. ഭയങ്കര ഇന്റൻഷൻ ആയിട്ടുള്ള ഡിസയർ ഇല്ലാത്തത് പ്രശ്നമാണോ? ഓക്കെ, ഡിസയർ ഇപ്പൊ ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, ഡിസയർ ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, നോ പ്രോബ്ലം. പക്ഷെ ഉണ്ടെങ്കിൽ അത് പറയാന്നുള്ളതാണ്. എന്താണ്? ബെസ്റ്റ് ഹീലർ ആയിരിക്കുക എന്നുള്ളതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ലെറ്റ്സ് മൂവ് ഇൻ ടു ഹ്യൂമൻ ഡിസയർ. നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു ഡീപ്പർ ആയിട്ടുള്ള ഡിസയർ ഉണ്ട്. ഞാൻ എല്ലാം കോറിലോട്ടാണ് പോകുന്നത്, ഡീപ്പർ ആയിട്ടുള്ളത്. നിങ്ങളിപ്പോ പറഞ്ഞതൊക്കെ സർഫസ് ലെവലിലെ ഡിസയർ ആണ്. ഓക്കെ, ഡീപ്പർ ആയിട്ട് മനുഷ്യന്റെ ഒരു ഡിസയർ ഉണ്ട്. ഇപ്പോ ഇത് നമ്മളൊരു മനുഷ്യനാന്ന് വിചാരിക്കാം. ഓക്കെ, ഈ മനുഷ്യന് ഏറ്റവും ഡീപ്പർ ആയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ട്. ഏറ്റവും ഡീപ്പർ ആയിട്ട് ഈ ഡിസയർ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. കിങ് ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്വീൻ ആവുക. ഓക്കെ, കിങ് അല്ലെങ്കിൽ ക്വീൻ ആവുക. കിങ് ആവുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഡിസയറുകളിൽ ഒന്ന്. അപ്പൊ അടുത്ത ചോദ്യം വരും, കിങ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കിങ് ആവണമെങ്കിൽ നമുക്ക് വേറൊരു സംഭവം വേണം. അതുണ്ടെങ്കിൽ നമുക്ക് കിങ് ആവാൻ പറ്റുള്ളൂ. എന്താണത്? What is that? Kingdom വേണം. ഓക്കെ, എനിത്തിങ് എൽസ്? ഈ കിങ് ആവാന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പവർ വേണം. യെസ്, പവർ വേണം. വെരി ഗുഡ്. അവർ ഓൺ മാസ്റ്റർ ആണ്. ഓക്കെ, നൗ ലെറ്റ് മീ ആഡ് ദാറ്റ്. മണി ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ നമുക്ക് കിട്ടും. നിങ്ങളിപ്പോ പറഞ്ഞ സംഭവങ്ങളൊക്കെ വരുമല്ലേ? കിങ് ആവണമെങ്കിൽ എന്ത് വേണം? യു ഹാവ് ടു ബി റിച്ച്. എന്തുകൊണ്ടാണ് കിങ് ആവുന്നത് വെച്ചാൽ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്ക് അങ്ങനെ കിങ് ആവണമെന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ചുറ്റുപാട് നോക്കി വെക്കുക. നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെൽത്ത് ഒക്കെ ഉണ്ടായി, കുറച്ച് പൈസ ഒക്കെ ഉണ്ടായി. പിന്നെ ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു ഡിസയർ ഉണ്ടാവും. എന്ത്? ഞാനൊന്ന് ഫേമസ് ആവണം, എന്നെ 4 ആൾക്കാർ അറിയണം, എന്നെ ഒന്ന് റെസ്പെക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് രാഷ്ട്രീയത്തിൽ ഇറങ്ങും, അല്ലെങ്കിൽ നമ്മൾ പള്ളി കമ്മിറ്റിയിൽ, അല്ലെങ്കിൽ അമ്പല കമ്മിറ്റി, അല്ലെങ്കിൽ ചർച്ചിന്റെ കമ്മിറ്റി, ഇതിലൊക്കെ നമ്മൾ മെമ്പേഴ്സ് ആവും. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഫേമസ് ആവാൻ, നമ്മളൊന്ന് അറിയാൻ വേണ്ടി നമ്മൾ കൊതിക്കുന്നുണ്ട്. ഇത് തെറ്റല്ല, ഇത് നമ്മുടെ ഇന്റേണലി ഉള്ള, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഡിസയറാണ്. ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറുപ്പത്തിലൊക്കെ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില കാരണവന്മാരെ അവിടെ നിന്ന് ഷൈൻ ചെയ്യും. അവിടെ ഇങ്ങോട്ടാക്കണം, അവിടെ ആക്കണം, അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷൈൻ ചെയ്യുന്ന കാര്യം. ആക്ച്വലി ഇവര് പാവങ്ങൾ കിങ് ആവാൻ നോക്കുകയാണ്. സോ കിങ് ആവുക എന്നുള്ളത് നമ്മളെ മനുഷ്യന്റെ ഒരു ബേസിക് നീഡാണ്, അല്ലെങ്കിൽ ബേസിക് ഡിസയർ ആണ്. ഡീപ്പർ ആയിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കണം.
നമ്മൾക്ക് അത് വാങ്ങണം എന്ന് വിചാരിച്ചാൽ അത് ഒരു കാറ് വാങ്ങണം, ആ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം, അല്ലെങ്കിൽ ആ വീട് വെക്കണം. ഇപ്പോ ആര് പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യണം, ലോകത്തിൽ മൊത്തം ട്രാവൽ ചെയ്യണം, അല്ലെങ്കിൽ ഫണ്ട് പ്രോപ്പറായിട്ട് എല്ലാ ആളുകൾക്കും എത്തിക്കണം. ഇതൊക്കെ എത്തിക്കണമെങ്കിൽ നമ്മൾക്ക് ഒരു കിങ് ആയാലേ പറ്റുള്ളൂ. സോ ഒന്നാമത്തെ മനുഷ്യന്റെ ഡീപ്പർ ആയിട്ടുള്ള നീഡ് എന്ന് പറയുന്നത് കിങ് ആവുക എന്നുള്ളതാണ്. ഇനി മനുഷ്യന്റെ രണ്ടാമത്തെ ഒരു നീഡ് ഉണ്ട്, നിങ്ങൾ എന്റെ കൂടെ എഴുതിയെടുത്ത് പോണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യന്റെ മറ്റൊരു നീഡാണ് എന്ത്? യങ് ആവുക എന്നുള്ളത്. സോറി, മറ്റൊരു നീഡാണ് യങ് ആവുക എന്നുള്ളത്. അതായത് ഒരു നീഡ് എന്ന് പറയുന്നത് കിങ് ആവുക എന്നാണെങ്കിൽ മറ്റൊരു ഡീപ്പസ്റ്റ് നീഡാണ് യങ് ആവുക എന്നുള്ളത്. അങ്ങനെയെങ്കിൽ യങ് ആവണമെങ്കിൽ എന്താവശ്യമാണ്? തിങ്ക് അബൌട്ട് ഇറ്റ്. യങ് ആവണമെങ്കിൽ എന്ത് വേണം? ഹെൽത്ത്. വെരി ഗുഡ്, വി നീഡ് ഹെൽത്ത്. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യങ് ആവാൻ പറ്റൂ. അപ്പോ നിങ്ങളിപ്പോ ഒരു 40+, ഒരു 50+ ആയ ആളുകളുടെ നിങ്ങൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫൈനാൻസ് ഉണ്ട്. അപ്പൊ ബിസിനസ്സുകാർക്കൊക്കെ നമ്മൾ കോച്ച് ചെയ്യുന്നതാണ്. അവർക്ക് വെൽത്ത് ഉണ്ട്, അവർക്ക് എവറിത്തിങ് ഈസ് ദർ. പക്ഷേ ദേ വാണ്ട് അവരുടെ 20 വയസ്സുകളിൽ അവർ ഉണ്ടായിരുന്ന എനർജിയും ആ പ്രൊഡക്ടിവിറ്റിയും ആ തിങ്കിങ് കപ്പാസിറ്റിയും ഒക്കെ അവർക്ക് തിരിച്ചു വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇനീഷ്യലി നമുക്ക് ഈ രണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പർ ആയിട്ടുള്ള രണ്ട് നീഡുകളുണ്ട്, രണ്ട് ബേസിക് ഡിസയറുകളുണ്ട്. ദിസ് ഇസ് എ ഡീപ്പർ ഡിസയർ. ദിസ് ഇസ് നത്തിങ് റോങ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് തെറ്റല്ല കിങ് ആവാന്ന് വിചാരിക്കുന്നത്. എനിക്ക് കിങ് ആവണം, ഐ വോണ്ട് ടു ബി എ കിങ്. എത്ര ആൾക്ക് കിങ് ആവണം? നിങ്ങൾക്ക് എത്ര ആൾക്ക് കിങ് ആവണം? യെസ്, വെരി ഗുഡ്. അതുപോലെ തന്നെ എനിക്ക് യങ് ആവണം. അതിന് എനിക്ക് ഹെൽത്ത് വേണം. അപ്പോ കിങ് ആവുന്നത് എന്തിനാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതില് നമ്മുടെ കോവിഡ് ചലഞ്ച് അറ്റൻഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? കോവിഡ് ചലഞ്ച്, കോവിഡിന്റെ സമയത്ത് നമ്മൾ ഒരു ചലഞ്ച് നടത്തിയിരുന്നു. ആരെങ്കിലും ഉണ്ടോ? കോവിഡ് ചലഞ്ച് ഒരു 30 days ഫ്രീ പ്രോഗ്രാം നമ്മൾ നടത്തിയിരുന്നു. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സർ. ഓക്കെ, ആരാണത്? ഷിഫാന. ഓക്കെ, ഷിഫാനോട് ഞാൻ ഒരു ചോദ്യം ഉള്ളത്, ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോ നിങ്ങളുടെ ലൈഫിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ആ പ്രോഗ്രാം തന്നത്? എന്ത് ഇമ്പാക്ട് നിങ്ങൾക്ക് നൽകിയത് പറയാൻ പറ്റുമോ? നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സാറിനെ കണ്ടിന്യൂ ചെയ്യുന്നത്. കോവിഡ് പനി വന്നിട്ടില്ല, നമ്മുടെ ഫാമിലി മൊത്തത്തിൽ പനി വരാതെയും പിന്നെ കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. വെരി ഗുഡ്. അതിന് നിങ്ങൾ എന്തെങ്കിലും പേയ്മെന്റ് അടച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു പേയ്മെന്റും ചെയ്തിട്ടില്ല. ഫ്രീ സെഷൻ ആയിരുന്നു. അത് എനിക്കൊരു പെയ്ഡ് ആക്കാൻ പറ്റുന്ന സെഷൻ അല്ലേ? ആയിരുന്നു. ഇമാജിൻ ചെയ്യുക, എനിക്ക് എന്തുകൊണ്ട് അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റി നിങ്ങൾ വിചാരിക്കണം? അത് അറിയില്ല, അതെന്താന്ന് അറിയില്ല. പക്ഷെ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഫാസ്റ്റിംഗ് ഫോർ എനർജി സാറിന്റെ അടുത്ത് ചെയ്യാനുള്ള കാരണം അതാണ്. വെരി ഗുഡ്. എന്റെ ചോദ്യം ഇതാണ്, ഞാൻ ആ സമയത്ത് എന്റെ കയ്യില് ബാങ്കിൽ 10 പൈസ ഇല്ല എന്ന് വിചാരിക്കാം. എന്റെ കയ്യിൽ 10 പൈസ ഇല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആ 30 ദിവസം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ല, 30 ദിവസം ഇന്റൻസീവ് ആയിട്ട് ഫ്രീ ട്രെയിനിങ് തരുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. സോ അന്ന് എനിക്കത് ഫ്രീ തരാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാല് എന്റെ കയ്യിൽ അന്ന് എന്തുണ്ടായിരുന്നു? പൈസ ഉണ്ടായിരുന്നു. ഐ ഹാഡ് മണി. സോ എന്തിന് നിങ്ങൾ കിങ് ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ബിഗ്ഗർ ഇമ്പാക്ട് ഉണ്ടാക്കാൻ. ഇനിയും അങ്ങനെ ഒരു കോവിഡ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും അങ്ങനെ 1 മാസമല്ല, 2 മാസമല്ല, 3 മാസത്തെ പ്രോഗ്രാം ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ബിക്കോസ് എനിക്കിവിടെ കോൺഫിഡൻസ് ഉണ്ട്, എന്റെ കയ്യിൽ കാശ് ഉണ്ട് എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പോ എന്തിന് നിങ്ങൾ റിച്ച് ആവണം, എന്തിന് നിങ്ങൾ കിങ് ആവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ്ഗർ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വേറെ ലെവലാക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ. സാർ പറഞ്ഞ ശരിയാ. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിനു ശേഷം ഹെൽത്ത് കുറച്ച് കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അസുഖങ്ങള് മരുന്നില്ലാതെ മാറ്റാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ജോയിൻ ചെയ്തത് അങ്ങനെയാണ്, സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്.
കുറെ കാര്യങ്ങൾ എനിക്ക് ബാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നല്ലൊരു പ്രോഗ്രാമാണ് സാർ ചെയ്യുന്നത്. യെസ്, താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾ മനസ്സിലാക്കണം എന്തിന് നിങ്ങൾ കിങ് ആവണം. നിങ്ങൾക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കിങ് ആവാൻ നോക്കൂല. നിങ്ങൾക്ക് ബിഗ്ഗർ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാശുണ്ടായേ പറ്റൂ. ഓക്കെ, നൗ എന്തിന് നെക്സ്റ്റ് എന്തിന് ഹെൽത്ത് ഉണ്ടാവണം? എന്തിനാ ഹെൽത്ത് ഉണ്ടാവണ്ടേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾ 60-ലും 70-ലും ആയാലും നിങ്ങളുടെ കുട്ടികളെ കൂടെ കളിക്കാൻ പറ്റണം. നിങ്ങളുടെ പേരക്കുട്ടികളെ കൂടെ ഫുട്ബോൾ കളിക്കാൻ പറ്റണം, ക്രിക്കറ്റ് കളിക്കാൻ പറ്റണം, നിങ്ങൾക്ക് ട്രക്കിംഗ് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റണം. നിങ്ങൾ രാവിലെ പള്ളിയിൽ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചെയർ ഇല്ലാതെ പ്രോപ്പറായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം. ഇതിനൊക്കെ നിങ്ങൾക്ക് ഹെൽത്ത് വേണം. അപ്പൊ ആക്ച്വലി നിങ്ങൾ കിങ്ങും യങ്ങും ആവുമ്പോ ഇതിന്റെ ഔട്ട്പുട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു വലിയ ഏരിയ ഉണ്ട്. ഇതിന് പറയുന്ന പേരാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയും. സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ്, സെൽഫ് ഇംപ്രൂവ്മെന്റ്. നിങ്ങൾ എല്ലാ ദിവസവും ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കും. രാവിലെ എണീക്കുമ്പോ മുട്ടുവേദന, ബാക്ക് പെയിൻ, അവിടെ വേദന, ഇവിടെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ രാവിലെ എണീക്കുന്ന തന്നെ പടച്ചോനെ എന്റെ കയ്യിൽ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലല്ലോ എന്നുള്ള ടെൻഷനും സ്ട്രെസ്സിലും ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കാനോ അത് ഉണ്ടാക്കാനോ ഒന്നും പറ്റൂല. ആളുകളിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റൂല. ഇപ്പോ ഒരാൾ പറഞ്ഞു എനിക്ക് സമൂഹത്തിൽ ഫണ്ട് പ്രോപ്പർ ആയിട്ട് കൊടുക്കണം. അത് കൊടുക്കണം തോന്നുന്ന കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ചിന്ത വരില്ല. സോ നിങ്ങൾ എന്തുകൊണ്ട് കിങ് ആവണം, എന്തുകൊണ്ട് യങ് ആവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. യു ബിക്കം മോർ കോൺഫിഡന്റ് ഇൻ ഹെൽത്തിന്റെ കാര്യത്തിലും വെൽത്തിന്റെ കാര്യത്തിലും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമൂഹത്തിൽ കൂടുതൽ ഇമ്പാക്ട്. സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ മൊത്തം നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫാമിലിയില് നിങ്ങളുടെ മോൻക്ക് ഒരു സംഭവം വേണമെന്ന് പറയുമ്പോൾ അത് വാങ്ങി കൊടുക്കാനെങ്കിൽ നമുക്ക് പറ്റണം. കണ്ടീഷൻ വെക്കണേ. ഇനീഷ്യൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻ വെക്കണം. നീ നന്നായെന്ന് തോന്നുകയാണെങ്കിൽ യു നീഡ് ടു പേ ദ പ്രൈസ് എന്ന് ഞാൻ പറയും. യു നീഡ് ടു പേ ദ പ്രൈസ്. പൈസ പേ അടച്ചു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ അതിനുള്ള കോൺഫിഡൻസ് നമുക്ക് വേണം. അപ്പോ നമ്മുടെ സമൂഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ഫസ്റ്റ് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു ഡ്രസ്സ് വാങ്ങാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു വീട് വെക്കാൻ, ഒരു കാറ് വാങ്ങാൻ, ഒരു ബൈക്ക് വാങ്ങാൻ, ഇതിനൊക്കെ സഹായിക്കുന്ന 2 പില്ലറുകളാണ് ഈ കിങ്ങും യങ്ങും എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നിങ്ങളുടെ ഫാമിലിയാണ്. അതിനുശേഷം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. പിന്നെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളാണ്. ഇവർക്കൊക്കെ നിങ്ങൾക്ക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ യങ്ങും കിങ്ങുമായ. So, how many of you want to become young and king? Very good, fantastic. Now, ഇനിയുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഈ 2 സംഭവം നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഒരു കാര്യം ആവശ്യമാണ്. ഇതുണ്ടെങ്കിൽ, ഈ ഒരൊറ്റ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മണി ഉണ്ടാക്കാം, അതുവഴി നിങ്ങൾക്ക് കിങ് ആവാം, നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടാക്കാം, അതുവഴി നിങ്ങൾക്ക് യങ്ങുമാവാം. എന്തായിരിക്കും അത്? എനി ഗസ്? Consistency, efforts. Consistency, effort, very good. Knowledge. Very good. Action. Passion. Very Focus. good. Very good. ലേണിംഗ് ആണ്. അതായത് നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം, ലേൺ ചെയ്യാൻ. നിങ്ങൾക്ക് മണിനെ കുറിച്ച് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഹെൽത്തിനെ കുറിച്ച് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഇന്ന് എന്തിനാ ഈ പ്രോഗ്രാമിൽ വന്നേ? യു നീഡ് ടു നോ ദ സീക്രട്ട്. യു നീഡ് ടു ലേൺ അബൌട്ട് ഇറ്റ്. യെസ് ഓർ നോ? സോ ലോകത്തിലെ ടോട്ടൽ പോപ്പുലേഷനിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ കൺസിസ്റ്റന്റ് ആയിട്ട് ലേണിംഗ് ചെയ്യുന്നുള്ളൂ. ലേണിംഗ് കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ലോകത്തിൽ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ എൻറ്റയർ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത്
നമ്മൾ പൂർ ആവാൻ വേണ്ടിയിട്ടും നമ്മൾ സിക്ക് ആവാൻ വേണ്ടിയിട്ടുമാണ്. നമ്മുടെ എൻറ്റയർ സിസ്റ്റം, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള, അത് എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിക്കോട്ടെ, അത് ഫൈനാൻഷ്യൽ സിസ്റ്റം ആയിക്കോട്ടെ, അത് ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങളെ പൂർ ആക്കാനും നിങ്ങളെ സിക്ക് ആക്കാനും വേണ്ടിയിട്ടാണ്. എവറി സിസ്റ്റം ഈസ് ഡിസൈൻ ടു ഡു ദാറ്റ്. എക്സാമ്പിൾ വേണോ നിങ്ങൾക്ക്? ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്ത് ചില ഫൈനാൻഷ്യൽ എക്സ്പേർട്സുകൾ അല്ലെങ്കിൽ ചില ആളുകൾ എൻ്റെ അടുത്ത് വന്ന് പറയും, മാറൂഫ് ഭായ്, എനിക്ക് ദുബായിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, നാട്ടിലും എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് എന്തില്ല, എനിക്ക് സേവിങ്സ് ഒന്നുമില്ല, എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, ബാങ്കിൽ ഒന്നുമില്ല, എന്തൊക്കെയോ സാലറി കിട്ടി അത് എങ്ങനെയൊക്കെയോ പോയി എന്ന് എന്നോട് പറയുന്ന പല ആളുകളുണ്ട്. അപ്പൊ ഒരു ദിവസം ഒരാൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഇത് ഒരു പ്രാവശ്യമല്ല, മൾട്ടിപ്പിൾ സമയം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഒരാൾ എന്നോട് ചോദിച്ചു, മാറൂഫ് ഭായ്, എനിക്ക് ഫൈനാൻസ് എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചില സാധനങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം. ഞാൻ ആക്ച്വലി ആ ഏരിയ പഠിപ്പിച്ചു കൊടുക്കാത്ത ഒരാളായിരുന്നു. ഓക്കെ, പക്ഷെ നമ്മുടെ ടീമിലുള്ള ആളുകളിൽ ചില ആളുകൾ ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇതിന്റെ ചില പീസുകൾ, ചില ഫ്ലേവറുകൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, നമുക്ക് മനസ്സിലായി. അപ്പോ അദ്ദേഹം എന്നോട് ചോദിച്ചതാണ്, മാറൂഫെ, എനിക്കൊരു ചെറിയ സെഷൻ വേണം, ഒരു 1-to-1 കൺസൾട്ടേഷൻ വേണം, ഫൈനാൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ സേവിങ്സ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ്, ഒരു കാര്യത്തിൽ എനിക്ക് ഗൈഡൻസ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജോലി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഫൈനാൻഷ്യൽ മാനേജറാണ്. എങ്ങനെ? ഫൈനാൻഷ്യൽ മാനേജറാണ്. ബികോമും എംകോമും CA ഒക്കെ പഠിച്ച ഒരാൾക്ക് ഫൈനാൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് അറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്? ഫൈനാൻസിനെ കുറിച്ച് പഠിച്ച ആളുകൾക്ക്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ദേ ഡോണ്ട് നോ ഹൗ ടു ക്രിയേറ്റ് വെൽത്ത്. എത്ര ആളുകളുണ്ട് ഫൈനാൻസുകാർ ഇവിടെ? സ്കൂളിലും കോളേജിലും പഠിച്ച് റഫീഖ് അൺമ്യൂട്ട്. കോളേജിലും സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ടോ എങ്ങനെ പൈസ ക്രിയേറ്റ് ചെയ്യാന്ന്, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്ന്? ഇല്ല. എന്താണ് റഫീഖ് ചെയ്യുന്നത്? റഫീഖിന്റെ ജോലി എന്താണ്? അക്കൗണ്ടന്റ് ആണ്. അക്കൗണ്ടന്റിനെ അറിയില്ല, അല്ലെ അവരെ പഠിപ്പിച്ചിട്ടില്ല. റഫീഖ് ഇപ്പൊ പഠിച്ചിട്ടുണ്ട്, വേറെ കാര്യം. ഓക്കെ, അക്കൗണ്ടന്റിന് അറിയില്ല, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജർക്ക് അറിയില്ല എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുക, എങ്ങനെയാണ് സേവിങ് ഉണ്ടാക്കുക. ദ സിസ്റ്റം അത് പഠിപ്പിച്ചിട്ടില്ല. സിസ്റ്റത്തിന് വേണ്ടത് എന്താണ്? സിസ്റ്റത്തിന് വേണ്ടത് റഫീഖ്, ഞാനും ഏകദേശം 10 വർഷത്തോളം ചീഫ് അക്കൗണ്ടന്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങള് പഠിക്കുന്നത് ഫൈനാൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല, മറ്റുള്ള ഫൈനാൻസുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ പഠിക്കുന്നത്. എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ആ ജോലി വൈൻഡപ്പ് ചെയ്താൽ. താങ്ക് യു സോ മച്ച്. സോ ദിസ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ. എന്താണ് അവരെന്തുകൊണ്ട് ഇത് പഠിപ്പിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കിങ് ആവുന്നേ. നിങ്ങൾ കിങ് ആവുന്നത് അവർക്ക് ഇഷ്ടമല്ല, സിസ്റ്റത്തിന് ഇഷ്ടമല്ല. ഇനി നിങ്ങൾ ഹെൽത്തിലെടുത്ത് നോക്കുക, നിങ്ങൾ ഏതൊരു ഹോസ്പിറ്റലിൽ പോയി നോക്കി, ഹെൽത്തിലെടുത്ത് നോക്കുക. നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ, അൺമ്യൂട്ട് ചെയ്ത ആളുകൾ. ഓക്കെ, ഹെൽത്തിലെടുത്തു കഴിഞ്ഞാല് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, ഞാനിപ്പോ ഉമ്മാനെയും കൊണ്ട് ഉമ്മാന്റെ കയ്യിൽ ചെറുതായിട്ട് ഒരു കത്തി കട്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ TT അടിക്കാൻ പോയി. TT അടിക്കാൻ പോയപ്പോ ഉമ്മാനെ നോക്കുന്ന ഡോക്ടർ ഹൈലി ഒബീസാണ്. അതായത് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് തോന്നിയത് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പാട്ട് പാടി ഡം 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 എന്നൊക്കെ വയറോണ്ട് ഡാൻസ് വെച്ചിട്ട് ഒരാൾ വരും, അതേപോലത്തെ ഒരാൾ ഉമ്മാനെ നോക്കുന്ന ഡോക്ടർ. അപ്പോ ഏറ്റവും കൂടുതൽ ഹെൽത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി 5 വർഷം മിനിമം 5 വർഷം സ്പെൻഡ് ചെയ്ത ഒരാൾക്ക് അദ്ദേഹത്തിന്റെ ഹെൽത്ത് പോലും ഞാൻ എല്ലാവരെയും
സോറി, അപ്പോ അവരെ പഠിപ്പിക്കുന്നില്ല എങ്ങനെയാണ് ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് അവരെ പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യങ് ആവുന്നേ, അവർക്ക് നിങ്ങൾ യങ് ആവാൻ പാടില്ല, നിങ്ങൾ കിങ് ആവാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? നിങ്ങളെ പൂവറാക്കി നിർത്തണം, നിങ്ങളെ സിക്കാക്കി നിർത്തണം. അതുകൊണ്ട് തന്നെ ഈ സീക്രട്ട് ഒന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല. അങ്ങനെ നിൽക്കണമെങ്കിൽ എവിടെ കത്തി വെക്കണം? ഇവിടെ കത്തി വെച്ചാൽ മതി. ലേണിംഗിൽ കത്തി വെക്കണം. ലേണിംഗിൽ അങ്ങോട്ട് നിർത്തണം നിങ്ങൾ. ഇതെങ്ങനെയാണ് നിങ്ങൾ പഠിക്കാതെ ആക്കിയത്? അല്ലെങ്കിൽ നിങ്ങൾ ബെറ്റർ ആണ്, നിങ്ങൾ പഠിക്കുന്ന ആളുകളാണ്, പക്ഷെ സ്റ്റിൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ, ഇപ്പൊ നമ്മുടെ പല സ്റ്റുഡൻസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ പറയും, തനക്ക് സുഖമല്ലേ, പോത്ത് പോലെ വളർന്നില്ലേ, ഇപ്പോഴും പഠിക്കുക എന്ന് നിങ്ങളുടെ ഫാമിലി മെമ്പറിനോട് പറയും. ഒരു പക്ഷെ നിങ്ങളുടെ പാരന്റ്സ് ആക്കാരം, നിങ്ങളുടെ വൈഫ് ആക്കാരം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആക്കാരം, അല്ലെങ്കിൽ ബ്രദർ ആക്കാരം, അല്ലെങ്കിൽ റൂമിലുള്ള നിങ്ങളുടെ ഫ്രണ്ട് ആക്കാരം പറയും, നാണക്ക് വേറെ ആൾക്ക് തലക്ക് സുഖമുള്ള ചങ്ങായി, ഈ ഇത്ര രാത്രി വല്ല സോഷ്യൽ മീഡിയ വല്ല സിനിമയും കണ്ടിരിക്കേണ്ട സമയത്ത് ഓൻ പഠിക്കാനിരിക്കാത്ര. ഇത് പ്രീ പ്ലാൻഡ് ആണ്. ലേണിംഗിൽ അങ്ങ് കത്തി വെച്ച് കഴിഞ്ഞാൽ, അവിടെ അങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി ഉണ്ടാവില്ല, ഹെൽത്ത് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഇവര് പ്രീ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ മോൻ LKG അപ്പൊ അവന്റെ ഒരു മെയിൻ ചലഞ്ച്, അവനക്ക് ഇഷ്ടമില്ല സ്കൂളിൽ പോവാൻ. എങ്ങനെ? അവനക്ക് ഇപ്പൊ തന്നെ അവനക്ക് ഇഷ്ടമില്ല. അപ്പോ ഈ സ്കൂൾ സിസ്റ്റം ആക്ച്വലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്, കുറെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്കൂൾ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർക്കേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്കൂളും കോളേജും ഒക്കെ. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നത് സമയത്ത് മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ കുറെ ആളുകൾ ആവശ്യമുണ്ട്. അങ്ങനെ അവിടേക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സിലബസ്, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സിസ്റ്റം ആണല്ലോ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോ അവർക്ക് അടിമകളെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. അപ്പോ ഈ കുട്ടി, ഇപ്പൊ എന്റെ മോൻ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കുട്ടികൾ എന്ത് ചെയ്യാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ പോവാ. അപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞാൽ, 10ാം ക്ലാസ് ആണ് ഏറ്റവും വലിയ സംഭവം. കുറെ കാലം മുമ്പൊക്കെ, ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കളിച്ചൂടെ എന്നൊക്കെയാണ് പാരന്റ്സ് നമ്മളോട് പറയാം. 10ാം ക്ലാസ് വരെ ഒന്ന് ശ്രദ്ധിച്ചു, 10ാം ക്ലാസ് അല്ലേ ശ്രദ്ധിക്ക്. ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞാലോ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ +2 ഉണ്ട്. പിന്നെ +2 കഴിഞ്ഞാലോ പിന്നെ ഡിഗ്രിക്ക് പോകണം, പിന്നെ PGക്ക് പോകണം, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കണം. ഇനിയോ, ഇപ്പൊ കുട്ടികളെ ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാനൊക്കെ സ്കൂളിൽ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഈ സംഭവങ്ങൾ പഠിക്കുന്നത്. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് പഠിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യും? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇഷ്ടമില്ലാത്ത സബ്ജക്ട് പഠിക്കും. ഈ എക്സാം ഒക്കെ സിസ്റ്റം സെറ്റ് ചെയ്തിട്ട് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പർപ്പസ്ഫുള്ളി ഫെയിൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് വെറുതെ പർപ്പസ്ഫുള്ളി ഫെയിൽ ആക്കണം. ഈ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആക്കി മാറ്റണം. ഒരു എൻജോയ് ചെയ്യാൻ പറ്റാത്ത, ബോറിംഗ് ആയിട്ടുള്ള, ഒരു ബുൾഷിറ്റ് ആയിട്ടുള്ള ടാസ്ക് ആക്കി മാറ്റണം ലേണിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. അപ്പൊ എന്ത് ചോദിച്ചു കഴിഞ്ഞാല്, രാവിലെ സ്കൂളിൽ പോകും, ഈവനിങ്ങിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നല്ല ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചിന്തിക്കുകയും, ഇപ്പൊ ഞാൻ പറഞ്ഞത് 4 വയസ്സായ എന്റെ മോൻ എന്നോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് വാപ്പച്ചിക്ക് അറിയാൻ ഞാൻ നന്നായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോ നിങ്ങളുടെ കുട്ടികളൊക്കെ ഭയങ്കര ഫയറിലാക്കണം, നല്ല തോട്ട് പ്രോസസ് ഉള്ള കുട്ടികളാക്കാരം. പക്ഷേ സ്കൂളിൽ പോകും, എന്നിട്ട് മിണ്ടാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല, അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ അടിച്ചിരുത്തും. അങ്ങനെ അവസാനം നല്ല കോഗ്നിറ്റീവ് പവറൊക്കെ ഉള്ള, ചിന്തിക്കുകയും ഡ്രീം കാണുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെയോ തലകുത്തിയിരുന്ന് പഠിക്കും. എന്നിട്ടോ ഇനി ഈവനിങ്ങില് ഇവർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ സമയത്തെങ്ങാനും ഇവർ ചിന്തിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അവരെ ട്യൂഷനും പറഞ്ഞാൽ, ട്യൂഷൻ രാവിലെ മുതൽ വൈകുന്നേരം സ്കൂള്, പിന്നെ ട്യൂഷൻ. ഈ ട്യൂഷനൊക്കെ കൂടുന്നത് നമുക്ക് പാരന്റ്സിന് ഒരു പ്രൗഡാണ്. അതൊക്കെ ആ സിസ്റ്റം ഉണ്ടാക്കിയ ആളുകൾ വെച്ച പ്രൗഡാ. നമ്മൾ അറിയാതെ നമ്മളെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക, പുവർ ആവാനും സിക്കാവാനും. എന്നിട്ട് ഈ ട്യൂഷൻ കഴിഞ്ഞ് വന്നാലോ, ആ സമയത്തെങ്ങാനും ഇവൻ ചിന്തിച്ചാലോ ഇവള് ചിന്തിച്ചാലോ വിചാരിച്ചിട്ട് പിന്നെ ഹോംവർക്ക്. ഇപ്പൊ 10ാം ക്ലാസ് വരെ കഷ്ടപ്പെട്ട് ഇടങ്ങാറായിട്ട് പഠിക്കും. പിന്നെ ഇപ്പൊ സമ്മർ വെക്കേഷനാ, പുസ്തകം കുറച്ച് കയറാ, കമോൺ ഇനി എൻജോയ്, പാട്ട്, ഡാൻസ്, അല്ലെങ്കിൽ കളി. അപ്പൊ എന്താണ്, വെക്കേഷൻ ആവാൻ വേണ്ടി കുട്ടികൾ ഇങ്ങനെ ധൃതി കൂട്ടി നിൽക്കും.
പുട്ടിന് തേങ്ങടുന്ന പോലെ ഇടക്കിടക്കിങ്ങനെ ലീവ് കൊടുക്കും. അപ്പൊ എന്താണ്, അവർ ആ ലീവിന് വേണ്ടി ക്രേവ് ചെയ്യണം, ലീവിന് വേണ്ടി ക്രേവ് ചെയ്യണം, വെക്കേഷൻ ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ +2, പിന്നെ അടുത്ത വെക്കേഷൻ, പിന്നെ ഡിഗ്രി കഴിഞ്ഞ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇനി എനിക്ക് ബുക്ക്, പിന്നെ ജോലിക്ക് കയറുക ഡിഗ്രി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PG കഴിഞ്ഞ് ജോലിക്ക് കയറുക. ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകം എടുത്തൊരു ഏറാ, പിന്നെ ഒരു പുസ്തകവും പെന്നും ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, അവരെ മൈൻഡിൽ അവരെ അറിയാതെ അടിച്ച് കയറ്റിയിരിക്കുകയാണ് എന്ത്, പുസ്തകം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എടുക്കുന്ന, അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താണ്, ഒരു പൊട്ട പരിപാടിയാ. അത് കുറച്ച് അത് പഠിച്ചു കഴിഞ്ഞാൽ, ഡിഗ്രി കഴിഞ്ഞാൽ, കോളേജ് കഴിഞ്ഞാൽ പിന്നെ ഇത് നിർത്തിക്കൊള്ളണം, പിന്നെ പഠിക്കാനൊന്നും പാടില്ല. അങ്ങനെയാണ് നമ്മുടെ ലേണിംഗിൽ അവർ കത്തിവെച്ചത്. പഠിക്കാൻ പറ്റൂല. ആളുകൾ ചോദിക്കും, മാറൂഫെ ഉറക്കമൊക്കെ പഠിക്കേണ്ടതുണ്ടോ, ഫാസ്റ്റിംഗ് എടുക്കാനൊക്കെ പഠിക്കേണ്ടതുണ്ടോ? ഈ ചോദ്യം എവിടുന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാല്, സിസ്റ്റം നമ്മളെ സെറ്റ് ചെയ്തിരിക്കുക. എന്താ സെറ്റ് ചെയ്തിരിക്കണത്? ലേണിംഗ് നടത്താൻ പാടില്ല, അല്ലെങ്കിൽ ലേണിംഗ് ഈസ് ബോറിംഗ്. എസ്പെഷ്യലി മറ്റൊരു സംഭവം സിസ്റ്റം സെറ്റ് ചെയ്തു, അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പുറത്തുനിന്നൊന്നും പഠിക്കാൻ പാടില്ല. എങ്ങനെ? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പുറത്തുള്ളതൊക്കെ ബുൾഷിറ്റാ. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പുറത്തുള്ളതൊക്കെ ബുൾഷിറ്റാ. അപ്പോ അതിന്റെ പുറത്ത് നിങ്ങളൊന്നും പഠിക്കാൻ പാടില്ല, അതിലുള്ളത് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? എയ്തർ നിങ്ങൾ എന്ത് ചെയ്യും, പഠനം നിർത്തും, കാരണം പ്രാന്തായിട്ട് ഈ സാധനം ഇനി വായിക്കല് എഴുതലൊന്നും പറ്റൂലാണ്ട് എടുത്ത് വലിച്ചെറി പെന്നി പേപ്പറാണ്. പിന്നെ പുറത്തൊന്നും നിങ്ങളൊന്നും പഠിക്കൂല, അവിടെ തന്നെ നിങ്ങളെ മൈൻഡിനെ അടിച്ച് എന്ത് ചെയ്ത് ലോക്കിട്ട് പൂട്ടി. കോളേജ് കഴിഞ്ഞാൽ പിന്നെ നീ പഠിച്ചു പോരുത്, ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ പഠിച്ചു പോരുത്, PG കഴിഞ്ഞാൽ പിന്നെ പഠിച്ചു പോരുത്, റീഡിങ്ങോ പറ്റൂല, നോ. എന്റർടൈൻമെന്റിൽ നമ്മളെ ഫോക്കസ് ചെയ്യിപ്പിക്കും. മറ്റൊന്ന്, ഇനി ആരെങ്കിലും ഇപ്പൊ ഇങ്ങനത്തെ പ്രോഗ്രാം ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും, കണക്ക് തലക്ക് സുഖമുള്ള ചങ്ങായി, എന്ത് പരിപാടി ഇതൊക്കെ, എന്നിട്ട് അവർ ചിരിക്കും, നിങ്ങളെ കളിയാക്കും. ബിക്കോസ് ഈ സിസ്റ്റം അവരെ പ്രോഗ്രാം ചെയ്തിട്ടാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പുറത്തുള്ള ഒരു സാധനവും പഠിക്കാൻ പാടില്ല, അത് ബുൾഷിറ്റാ, അത് മണ്ടത്തരമാ, അത് ചീറ്റിങ്ങാ, അത് ബോറിങ്ങാ. എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളിലും പോയിട്ട് ഇവര് പോയി വീഴും ചെയ്യും. കാരണം ഈ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ ലാസ്റ്റ് വെക്കേഷൻ വന്നപ്പോ ഞാൻ നാട്ടില് ഒരു ഫാമിലി മെമ്പറിനോട് പറഞ്ഞിരുന്നു, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ചില പ്രൊഡക്റ്റുകളൊക്കെ വന്നിട്ട് അവർ എന്നോട് ചോദിക്കും, ഇത് വാങ്ങട്ടെ അത് വാങ്ങട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും അത് വാങ്ങരുത്, അതിന് പൈസ കൊടുക്കരുത്. അത് ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ ഇപ്പൊ വരുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പല വേർഷനുകൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിരുന്നു, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു, കടുപ്പിച്ച് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും അതിൽ ജോയിൻ ചെയ്യരുത്. ഓൾറെഡി 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെ ചെയ്തിട്ട് പൈസ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്, അത് ഫ്രോഡാണ്. ഇപ്രാവശ്യം വന്നപ്പോ 60,000 പോയിക്കണു. 60,000 പോയിക്കണു. വേറൊരാള്, ഒരു അസുഖമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഞാൻ ഇന്ത്യയിലെ ബെസ്റ്റ് ഡോക്ടറെ കോണ്ടാക്ട് നമ്പർ കൊടുത്തു. നിങ്ങൾ വിളിച്ചോളിയും, മാറൂഫ് പറഞ്ഞാന്ന് പറഞ്ഞിട്ട് വിളിച്ചോളിയും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഒരു സപ്ലിമെന്റ് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്, അയാൾ അസുഖം മാറുമെന്ന് പറഞ്ഞിട്ട്. എന്താണ്? അതായത് ഈ മൈൻഡിനെ, അതായത് ബോധത്തെ കംപ്ലീറ്റ്ലി അങ്ങ് അടിച്ചിരുത്തിയിരിക്കുക. കാരണം എന്താണ്? ലേണിംഗ് എന്ന് പറയുന്ന ഈ സിസ്റ്റത്തെ അവരെന്ത് ചെയ്ത് കട്ട് ചെയ്താൻ കളഞ്ഞു. ലേണിങ്ങിനെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഒരിക്കലും നിങ്ങൾ പഠിക്കാൻ പാടില്ല, ഒരിക്കലും. ഇത് പഠിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളെയും പ്രോഗ്രാംഡ് ആണ്. ഞാൻ ഡിഗ്രിക്കോ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലും ഞാൻ ഫുള്ള് വായിച്ചിട്ടില്ല. കാരണം പാസ്സാവാനുള്ള സാധനം മാത്രം പഠിക്കുകയാണ് ചെയ്യുക. നമുക്ക് സിലബസ് ഉണ്ടാവും, ടീച്ചേഴ്സ് പറയും, ടീച്ചേഴ്സ് തന്നെ എന്ത് ചെയ്യും, ചില ചാപ്റ്ററുകൾ സ്കിപ്പ് ചെയ്യും, കാരണം അത് മാർക്ക് കുറവാക്കാരെന്ന് പറഞ്ഞു. ഇപ്പൊ MBBS പഠിക്കുന്ന ഡോക്ടർമാരുണ്ടാവും, അവരേറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യുന്നത് ന്യൂട്രീഷനാണ്. കാരണം അതിന്ന് കുറച്ച് മാർക്കിനെ ചോദ്യം വരുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, അവരത് സ്കിപ്പ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണത്. അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ഡോക്ടർമാർക്ക് ഞാൻ പഠിപ്പിക്കുന്നത് അതാണ് ന്യൂട്രീഷൻ. സോ
ഈ സ്കിപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ടാവും, ഞാൻ പുസ്തകം വായിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഈ സീക്രട്ട് എനിക്ക് എന്ന് മനസ്സിലായോ? മിനിമം ഒരു കൊല്ലം 12 പുസ്തകം മിനിമം ഞാൻ വായിക്കും. മിനിമം ഞാൻ പറഞ്ഞേ, കഴിഞ്ഞ 5-8 വർഷമായിട്ട് മിനിമം. ചില പുസ്തകങ്ങൾ വീണ്ടും 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 വായിക്കും. ഇപ്പൊ ഞാനും മുഷ്താഖും അബ്ദുള്ളയും റഫീഖും ബിജു ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പില് ഞങ്ങൾ 1 വർഷമാണ് ഒരു ചെറിയ പുസ്തകം വായിച്ചത്. എല്ലാ മാസവും വീണ്ടും വീണ്ടും ഒരു മാസം 2 പ്രാവശ്യം റിവിഷൻ നടത്തും ഗ്രൂപ്പായിട്ടിരുന്നിട്ട്. ഒരു ചാപ്റ്റർ മിനിമം 7 പ്രാവശ്യം വായിക്കും. മിനിമം 7 പ്രാവശ്യം ഒരു മാസം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ലേണിംഗ് ആണ് നമ്മൾക്ക് ഹെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ബെസ്റ്റ് ടൂൾ. നിങ്ങള് ഖുറാനില് ആദ്യമായിട്ട് നിങ്ങളോട് ഇപ്പോ നമ്മള് ഏത് സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്, ഏത് റിലീജിയസ് സ്ക്രിപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ പറ്റും ലേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഖുറാൻ എടുത്തു കഴിഞ്ഞാല് അതിൽ നിസ്കാരവും നോമ്പും ഹജ്ജും എല്ലാ കാര്യങ്ങളും പറയുന്നതിന് മുമ്പേ നമ്മളോട് പറഞ്ഞ സംഭവമാണ് വായിക്കുക എഴുതുക എന്ന്. ഞാനൊരു ചെറിയ ഗ്രൂപ്പിൽ ഈ സെഷൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പുല്ല് വിലയല്ലേ ദൈവത്തിന് കൽപ്പിച്ചിട്ടുള്ളത്. എത്ര ആളുകൾ വായിക്കാറുണ്ട്, എത്ര ആളുകൾ പെൻ ഉപയോഗിച്ച് എഴുതാറുണ്ട്. അപ്പോ വായിക്കുക എഴുതുക എന്നുള്ളത് ഫസ്റ്റ് വേഴ്സൺ അതാണ് ആദ്യം ഇറങ്ങിയത്. അതിലാണ് ഇവർ കത്തി വെച്ചിട്ടുള്ളത്. കാരണം ഈ സംഭവം അങ്ങ് നിർത്തിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മണി ഉണ്ടാക്കാൻ പറ്റൂല, നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ പൂർവ്വം ആവും, നിങ്ങൾ സിക്കും ആവും. ഇതായിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താ അറിയോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂല, നിങ്ങൾ റാറ്റ് റേസിലാക്കാൻ. നിങ്ങൾ ഹെൽത്തിന്റെ പിന്നാലെ ഇങ്ങനെ ഹോസ്പിറ്റലിലൂടെ കടന്നു ഓടും, ഇപ്പുറത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വേറൊരു ഓട്ടം ഓടും. ലൈഫ് വിൽ ബി ഡിഫിക്കൽട്ട്. ഹെല്ലായിരിക്കും. സോ ജസ്റ്റ് ഒരു തിങ്കിങ് ബ്രേക്ക് എടുക്കുക. ആരാണ് ഷെയർ ചെയ്യുക ഇത്ര നേരം പഠിപ്പിച്ച കാര്യങ്ങൾ, ഷെയർ ചെയ്ത കാര്യങ്ങൾ? ഹൂസ് ഗോണ റിവ്യൂ? മുഷ്താഖ്, അൺമ്യൂട്ട് ചെയ്യാൻ നമുക്ക്. മ്യൂട്ട് ആയി വീണ്ടും. ഓക്കെ അൺമ്യൂട്ട് ആയിപ്പോ. യെസ്. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് എനിക്ക് മനസ്സിലാക്കാനൊന്ന് പറയാം. യെസ്. ഫസ്റ്റ് നമുക്ക് സീക്രട്ട് നമ്പർ 1, അണ്ടർസ്റ്റാൻഡ് യൂണിവേഴ്സൽ ലോ. അത് റഫീഖ് നന്നായിട്ട് പറഞ്ഞാണ് എന്ത് സംഭവം എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് സീക്രട്ട് നമ്പർ 2, നോ വൺ ക്യാൻ മോട്ടിവേറ്റ് അൺടിൽ അൺലെസ് അലോ യു. നമുക്ക് അത് നല്ലൊരു പോയിന്റ് ആയി തോന്നിയത്. നമ്മളെ വേറെ ആൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളത് ഞാനിപ്പോ കുറെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിരുന്നു ഈ നമ്മളുടെ ഈ ഫ്രീ ആയിട്ടുള്ള സെഷനെ പറ്റി മറുപടിന്റെ. പക്ഷെ അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല. അവർ അതുകൊണ്ടാണ് ഇതിൽ ജോയിൻ ചെയ്യാത്തത് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അവരെ കുറ്റമല്ലത്. അതാണ് ഞാൻ അതാണ് ഒരു ഡയമണ്ടിന്റെ വാല്യൂ എല്ലാവർക്കും അറിയണമെന്നില്ല. അതറിയുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. അതുമാതിരി തന്നെയാണ് അത്. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്കേ പറ്റുള്ളൂ. പിന്നെ നോ യുവർ ആക്ച്വൽ പ്രോബ്ലംസ്. മെയിൻ ആയിട്ട് 3 പ്രോബ്ലംസ് ആണ് നമ്മൾക്കുള്ളതാണ് മനസ്സിലാക്കിയത്. ഒന്ന് സ്ട്രാറ്റജി, സ്കില്ല് ആൻഡ് സിസ്റ്റം. സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമുക്ക് വാട്ട് ടു ഡു അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ നമുക്കില്ലാത്ത പ്രോബ്ലം സ്കില്ല്. അതെങ്ങനെ ചെയ്യാം, അതിനെ എങ്ങനെ ഹാബിറ്റ് ആക്കി മാറ്റാം. ഇങ്ങനെ ബ്രഷ് ഉദാഹരണം പറഞ്ഞു, നമ്മളൊരു അൺകോൺഷ്യസ് നമ്മൾ ഡെയിലി ചെയ്ത് പോകുന്ന ഒരു ഹാബിറ്റ് ആക്കി മാറ്റാം എന്നുള്ള പ്രോബ്ലമാണ് സ്കില്ല്. പിന്നെ സിസ്റ്റം, അതിനെ റിപ്പീറ്റഡ് ആക്കാം. അത് പിന്നെ നമുക്ക് ഇതിന് മറുപടി ഇതിന് പഠിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ഡിസയർ. നമുക്ക് എല്ലാവർക്കും കിങ് ആവണം, അതുപോലെ തന്നെ യങ് ആവണം. കിങ് ആവണം, മണി വേണം, ഇമ്പോർട്ടൻ്റ്. നമ്മളെ ബിലീഫ് ഉണ്ട്, നമുക്ക് പൈസ ആവശ്യമില്ല. നമ്മൾ ചെറുപ്പത്തിൽ കൂടെ കിട്ടിയ തെറ്റായ ബിലീഫ് ഉണ്ട്, പൈസ പിന്നെ ഒരു തെറ്റാണെന്നുള്ളത്. അത് അല്ലാന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എങ്ങാവണം നമുക്ക് ഹെൽത്ത് വേണം. ഹെൽത്ത് ആവണം ഈസിയാണ്.
ഹെൽത്തി ആവാൻ ഈസിയാണ് എന്ന് അതിന്റെ ഒന്നിച്ചുള്ള പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ടഫായ കാര്യമൊന്നുമല്ല. നമ്മൾ ചെറിയ ചെറിയ മാറ്റം വരുത്തിയാൽ സാധിക്കുന്നതേ ഉള്ളൂ. പിന്നെ വരുന്ന പിന്നെ നമ്മുടെ സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പൂർ ആവാനും സിക്ക് ആവാനുമാണ്. നമുക്ക് പിന്നെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറെ പിന്നെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മളെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മള് ഒന്നാമത് പിന്നെ ഈ ഷുഗർ ഇൻഡസ്ട്രി നമ്മളെ അങ്ങനെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നെ സിക്ക് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളെ ഒരു വർക്കർ ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു പുവർ ആയിട്ട് നമ്മളൊരിക്കലും അത് പിന്നെ അത് ഒരു ലൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ പുറത്തുവരാൻ പറ്റാത്ത അവസ്ഥയിലാക്കി മാറ്റുന്നുണ്ട്. ആ സിസ്റ്റം അതൊരു ഒരു ആൾക്കാർ കോൺസിഡർ ചെയ്തതല്ല, പക്ഷെ അതൊരു അങ്ങനെ ആയി മാറിയിട്ടുണ്ട് നമ്മുടെ വേൾഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് നമ്മൾ കിങ് ആവേണ്ടത്? എന്തിനാണ് നമ്മൾ യങ് ആവേണ്ടത്? കിങ് ആവാനും യങ് ആവാനും കോമൺ ആയിട്ട് നമുക്ക് പിന്നെ വേണ്ടത് മനസ്സിലാക്കി ലേണിംഗ് വേണമെന്നാണ്. ലേണിംഗ് അത് പിന്നെ ലേണിംഗ് അതെ അതാണ്. പിന്നെ ലേണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നിശ്ചിത കാലത്തിന് ശേഷം നമ്മൾ ലേൺ ചെയ്യുന്നില്ല. നമുക്കൊരു പിന്നെ നമ്മുടെ കപ്പ് ഫുൾ ആക്കി വെച്ചിട്ട് എല്ലാം എനിക്ക് അറിയുന്നുള്ള തോന്നലാണ് മനസ്സിലാക്കിയത്. എന്തിനാണ് കിങ് ആവുന്നത് അല്ലെങ്കിൽ എന്തിനാണ് യങ് ആവുന്നത്? അത് എന്തിനാണ് ആവേണ്ട ആവശ്യം? ഹ്യൂമന്റെ ഏറ്റവും ബേസിക് ആയിട്ട് നെസസറി, ഏറ്റവും ലോ ലെവലിലുള്ള ഒരു നെസസറി ആണ്, അതായത് ഒരു ഡിസയർ ആണ്. ഏതൊരു മനുഷ്യൻ ഏറ്റവും ലോയിലുള്ള ഒരു ഡിസയർ ആണ് അത്. അപ്പൊ അതിൽ പോണെങ്കിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് ലേണിംഗ് ആണ്. അതായത് ലേണിംഗ് ആണ് അതിൽ ഇല്ലാത്തത്. ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിങ്, യങ് ആവാം, ഹെൽത്ത് ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ബേസിക് ആയിട്ട് ലേണിംഗ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. സോ എന്തിന് കിങ് ആവണം യങ് ആവണം ഞാൻ വീണ്ടും ചോദിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് മോർ ഇമ്പാക്ട്, ബിഗ്ഗർ ഇമ്പാക്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ബിഗർ ഇമ്പാക്ട് ഓൺ ദി സൊസൈറ്റി. അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുതലല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ സംസാരവും നമ്മുടെ ബിഹേവിയറും ഒക്കെ മാറും. നമ്മുടെ കയ്യില് ഒന്ന് ഹെൽത്ത്, ഫോർ എക്സാമ്പിൾ ഞാൻ കൊടവയറൊക്കെ ഉള്ള ഒരു 42 ഇഞ്ച് സൈസ് ഉള്ള വയറ് ഉള്ള പാൻറ്റൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ഒരു ഓഫീസിൽ കയറുകയാണെന്ന് വിചാരിക്കാം. ചബ്ബി ആയിട്ടുള്ള കുറച്ച് തടി ആയിട്ടുള്ള കൊടവയറൊക്കെ ഇട്ട് സ്റ്റെപ്പൊക്കെ കയറി കിതച്ചിട്ട് ഇങ്ങനെ കയറി വരുന്നതാണോ ഇമ്പാക്ട്ഫുള്ള്? അതോ വളരെ ടീഷർട്ടൊക്കെ ഇഞ്ച് ചെയ്ത് വളരെ ഫിറ്റ് ആയിട്ട് സ്ലിം ആയിട്ട് പോകുന്നതായിരിക്കും ഇമ്പാക്ട്ഫുൾ? നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, ഭയങ്കരമായിട്ട് കൂടും. ഒരു മീറ്റിംഗില് നമ്മൾ ഹെൽത്തി ആണെങ്കിൽ മറ്റുള്ളവരൊക്കെ സിക്ക് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ മീറ്റിംഗിൽ നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെയാണ് ഫൈനാൻഷ്യലി. നമ്മളുടെ അക്കൗണ്ടിൽ നമുക്ക് ഫൈനാൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് വെൽത്ത് ഉണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ, നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, അത് ചെയ്തോളം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്തുണ്ട്, വേണമെങ്കിൽ അത് വാങ്ങാം, വേണമെങ്കിൽ നമുക്കത് വാങ്ങാം, അല്ലെങ്കിൽ വേണമെങ്കിൽ അത് ചെയ്യാം. അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം അത് ഞാൻ ഫീൽ ചെയ്തതാണ്. എന്റെ കയ്യിൽ ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ജോലിക്ക് ചെയ്യുന്ന സമയത്തും അതിന് ശേഷവും. നമ്മൾ ഈ ഓൺടർപ്രണർഷിപ്പിൽ ഇറങ്ങിയ സമയത്തൊക്കെ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കടന്നു പോകുന്ന ഒരു ചലഞ്ച് ഉണ്ട്, ഒരു ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട്. ആ ഫ്രസ്ട്രേഷനിലൂടെ വേറൊരാളും കടന്നു പോവരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫൈനാൻസിന്റെ പാർട്ടിന്റെ ഒരു ചെറിയ സാമ്പിൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇൻഷാ അള്ളാ നമ്മൾ ഫ്യൂച്ചറിൽ ഓൾറെഡി നമ്മൾ ബോൺ റിച്ച് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും ജനറൽ പബ്ലിക്കിന് അവൈലബിൾ അല്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂൺ അത് എന്ത് ചെയ്യും, നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഞാൻ ചെയ്യാത്ത ഒരു കാര്യം ഞങ്ങളെ പഠിപ്പിക്കൂല, ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കാര്യം ഞങ്ങളെ പഠിപ്പിക്കൂല. അപ്പോ എൻ്റെ ഒരു ബേസ് ലൈൻ ടേൺ ഓവർ ഉണ്ട്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ then I will be teaching that also. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് അതിന്റെ ബേസിക് ഫൗണ്ടേഷൻ ആണ് തരുന്നത്. നിങ്ങൾ ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ സ്റ്റാർട്ട് നൗ itself. Only thing is you need to understand this basic concept.
ലോസും റൂൾസും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആവും. നമുക്ക് ഫൈനാൻസും ഹെൽത്തും ഉണ്ടെങ്കിൽ വി ബിക്കം മോർ കോൺഫിഡന്റ് ആവും. ഓക്കെ.